കാസർഗോഡ് മഞ്ചേശ്വരത്ത് പാർട്ടി മത്സരിക്കുമെന്ന് SDPI ദേശീയ പ്രസിഡന്റ് MK ഫൈസി പറഞ്ഞു. മഞ്ചേശ്വരത്ത് SDPIക്ക് ജനകീയ അടിത്തറ വിപുലമാണ്. BJP ജയിക്കാതിരിക്കാൻ പല ഘട്ടങ്ങളിലും സമീപനം സ്വീകരിച്ചിരുന്നു. SDPI മത്സരിക്കുമ്പോൾ മാത്രമാണ് ചിലർക്ക് ഭയം. BJP ഡീൽ എന്ന ആരോപണം തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണെന്നും MK ഫൈസി പറഞ്ഞു. വിജീഷ് ഗോവിന്ദൻ ചേരുകയാണ് വിവരങ്ങളുമായി. വിജേഷ്, മഞ്ചേശ്വരത്ത് BJPക്ക് അനുകൂലമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും, അതിന് SDPI BJP ഒരു ഡീലുണ്ട് എന്നുള്ള ഒരു ആരോപണം ഉണ്ടായിരുന്നു. അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തി UDF-നോ LDF-നോ ലഭിക്കേണ്ട വോട്ട് നേരെ SDPIയിലേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്, ഞങ്ങൾക്ക് അവിടെ വിപുലമായ അടിത്തറയുണ്ട്, ജയിക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ മത്സരിക്കുന്നത് എന്നാണോ SDPI പറയുന്നത്? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് SDPIയുടെ നിലപാട് എന്നുള്ളത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാകുന്നത്. അതായത് SDPI സംസ്ഥാനത്ത് 45 സീറ്റുകളിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിലൊന്നാണ് മഞ്ചേശ്വരം. മഞ്ചേശ്വരത്ത് അപ്പോൾ വിപുലമായ ജനകീയ അടിത്തറ സംഘടനയ്ക്കുണ്ട്. ആ ജനകീയ അടിത്തറ തെളിയിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നത് എന്നുള്ളതാണ് സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുന്നത്. SDPIയുടെ ജനകീയ അടിത്തറ വികസനം മാത്രമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അവർ പറയുന്നു. മത്സരിക്കാത്ത മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ നിലപാട് പിന്നീട് വ്യക്തമാക്കുമെന്നും പറയുന്നുണ്ട്. ഏതായാലും മഞ്ചേശ്വരത്ത് ശക്തി തെളിയിക്കുന്നതിന് വേണ്ടി മത്സരിക്കുമെന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും ഒരു മുന്നണി എതിരെ ആകില്ല. SDPIയുടെ ശക്തി തെളിയിക്കുക മാത്രമാണ് ലക്ഷ്യം. അതിനകത്ത് ഇടതു വലതു മുന്നണികൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. കാരണം BJP ജയിക്കുന്ന ഒരു സാഹചര്യം മഞ്ചേശ്വരത്ത് ഉണ്ടാകില്ല എന്നുള്ളത് കാര്യം കൃത്യമാണ്. SDPIക്ക് പക്ഷേ SDPIയുടെ ശക്തി തെളിയിക്കണം എന്നുള്ളതാണ് ഫൈസി പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നമുക്കറിയാം, നേരിയ വോട്ടിന്റെ വ്യത്യാസത്തിലാണ് സ്വാഭാവികമായിട്ട് മഞ്ചേശ്വരത്ത് ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ സ്വാഭാവികമായും ഒരു വോട്ടുകൾ, അവരുടെ വോട്ട് ബാങ്ക് എന്ന് പറയാവുന്ന വോട്ടുകൾ അവർ സമാഹരിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായും അവിടെ പ്രവചിക്കാൻ പറ്റാത്ത രീതിയിൽ അവിടുത്തെ ഫലം മാറും എന്നറിയാം. അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് SDPI മുന്നോട്ട് വരും. അവിടെ പ്രാദേശികമായി SDPIയുടെ ആളുകൾ പറയുന്നത് എന്താണ്? അവിടെ ഒരു സ്ഥാനാർത്ഥി വേണം, പ്രാദേശികമായി നമുക്കവിടെ നമ്മുടെ ശക്തി തെളിയിക്കേണ്ട മണ്ണാണ് എന്നാണോ? അതല്ല, ഇത് ദേശീയ നേതൃത്വവും സംസ്ഥാന തലത്തിലുള്ള നേതൃത്വത്തിന്റെയും തീരുമാനപ്രകാരം അവിടെ അടിച്ചേൽപ്പിക്കുന്നതാണോ? ഇതിനകത്ത് പ്രാദേശിക ഘടകത്തിൽ നിന്ന് എന്തെങ്കിലും തരത്തിൽ സ്ഥാനാർത്ഥി വേണ്ട എന്നുള്ളൊരു അഭിപ്രായം ഉയർന്നതായിട്ട് പറയുന്നില്ല. ഒപ്പം തന്നെ സംഘടന എന്നുള്ള രൂപത്തിൽ അതിന്റെ വളർച്ചയുടെ ഘട്ടം അത് വ്യക്തമായിട്ടും പ്രകടമാണ്. അത് പൊതുജനങ്ങളെ അടക്കം ബോധ്യപ്പെടുത്തുക, ഒപ്പം തന്നെ സംസ്ഥാന തലത്തിലേക്ക് SDPIക്ക് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്ന് തെളിയിക്കുക, ഇതിന്റെ ഭാഗമായിട്ടാണ് മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് PK ഫൈസി പറഞ്ഞിരിക്കുന്നത്. BJP ജയിക്കാതിരിക്കാൻ പല ഘട്ടങ്ങളിലും മാറി നിൽക്കുന്ന ഒരു സമീപനം SDPIയുടെ ഭാഗത്തുണ്ടായിരുന്നു. പക്ഷേ SDPI മത്സരിക്കുമ്പോൾ മാത്രമാണ് ചിലർ BJP ഭയം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്നത്. അതായത് SDPIയുടെ ജനപിന്തുണ പുറം ലോകം അറിയാതിരിക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമാണ് SDPI മത്സര രംഗത്ത് നിന്ന് മാറ്റി നിർത്തുക, അല്ലെങ്കിൽ SDPI BJPക്ക് വേണ്ടി മത്സര രംഗത്തേക്ക് വരുന്നു എന്നുള്ള ആരോപണം ഉന്നയിക്കുക. ഇതൊക്കെ അത് SDPIയെ മാറ്റി നിർത്താനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് മത്സര രംഗത്ത് ഉറച്ചു നിൽക്കാനുള്ള തീരുമാനം എന്നുള്ളതാണ് ദേശീയ നേതൃത്വവും അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വവും വ്യക്തമാക്കിയിരിക്കുന്നത്.